പിന്നെ എന്തുകൊണ്ട് ബിസിനസ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് 2 റീസൺ ഉണ്ട്. ഒന്ന്, ഞാൻ മുന്നേ ജോലി ചെയ്തിരുന്ന ഒരാളാണ്. ഞാൻ പുറത്ത് ഷാർജയിൽ ഞാൻ ടീച്ചറായിട്ട് വർക്ക് ചെയ്തിട്ടുണ്ട്. അതിന് മുന്നേ ഇവിടെ ING വൈശ്യ ബാങ്കിൽ വർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ പക്ഷെ നമുക്കൊരാളുടെ കീഴിൽ വർക്ക് ചെയ്യാൻ എനിക്കൊരു താല്പര്യക്കുറവുണ്ടായിരുന്നു. അതൊരു റീസൺ. രണ്ടാമത്തെ റീസൺ ഇപ്പോൾ ഒരുപാട് പേർക്കുള്ള റീസണാണ്. ഞാൻ എൻ്റെ മാരീഡ് ലൈഫും അത്ര നന്നായി പോയില്ല. അതുകൊണ്ട് ആ ഒരു ഘട്ടം വന്നപ്പോൾ ബിസിനസ്സിലേക്ക് തന്നെ വരാമെന്നുള്ളൊരു റിസ്ക് ഞാൻ അങ്ങോട്ട് എടുത്തു. ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്ന ബിസിനസ് ക്ലോത്തിങ് ബിസിനസ്സാണ്. റെഡിമെയ്ഡ് ഗാർമെൻറ്റ്സിൻ്റെ മൗറ എന്നുള്ളൊരു ബ്രാൻഡ് നമ്മൾ ഷോപ്പുകളിൽ കൊടുക്കുന്നുണ്ട്. മെയിൻലി നമ്മൾ കല്യാൺ സിൽക്സിലാണ്, എല്ലാ ബ്രാഞ്ചിലാണ് നമ്മൾ ഇപ്പോൾ കൊടുത്തുകൊണ്ടിരിക്കുന്നത്. പിന്നെ വേറെ ഷോപ്സ് നമ്മൾ ചെയ്തിരുന്നു. ഇപ്പോൾ നമ്മൾ കറൻ്റ്ലി നമ്മൾ കല്യാൺ സിൽക്സ് മാത്രമേ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അങ്ങനെയാണ് നമ്മൾ ബിസിനസ് ചെയ്യണം. അപ്പോൾ ബിസിനസ് ചെയ്യാൻ ആഗ്രഹമുള്ളവരുണ്ടാവും. ഇപ്പോൾ ഒരുപാട് സ്ത്രീകൾക്ക് ഇങ്ങനൊരു പോയിന്റിൽ വന്നെത്തി നിൽക്കുന്നവരുണ്ടാവും. അതുപോലെ അതിപ്പോൾ സ്ത്രീകളെന്നല്ല കേട്ടോ, ആർക്കാണെങ്കിലും അങ്ങനത്തെ ഒരു ഘട്ടം വന്ന് നിൽക്കുമ്പോൾ ഒരുപാട് ഐഡിയാസ് മൈൻഡിലുണ്ടാവും എല്ലാവർക്കും. പക്ഷെ എങ്ങനെ ചെയ്യും എന്നുള്ള ഒരു തുടക്കം, ആ റിസ്ക് നിങ്ങൾ ആ ഒരു സ്റ്റെപ്പ് നിങ്ങൾ വെച്ചേ പറ്റുള്ളൂ. അത് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും നമ്മൾ ആ ഒരു ഗ്രോത്ത് കയറി പോകുമ്പോൾ നമുക്ക് അതിൻ്റെ ആ ഒരു സാറ്റിസ്ഫാക്ഷനും അതൊക്കെ നമുക്ക് കിട്ടും. അപ്പോൾ എല്ലാവരോടും എനിക്ക് പറയാനുള്ളത്, ലൈഫ് അങ്ങ് വെറുതെ നശിപ്പിച്ച് കളയാതെ നമുക്ക് താല്പര്യമുള്ളത് എന്തോ, അതിപ്പോൾ ഒരാൾക്ക് ക്ലോത്തിങ് ആവാം, ചിലർക്ക് ഫുഡ് ഇൻഡസ്ട്രി ആവാം, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും റിയൽ എസ്റ്റേറ്റ് ആവാം, എന്തോ ആയിക്കോട്ടെ ചെറുതായിരിക്കും. ഇപ്പോൾ നിങ്ങൾ വിചാരിക്കും ഇത്ര ചെറുതല്ലേ, വളരെ തുച്ഛമായ ഇൻവെസ്റ്റ്മെൻറ്റ് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ബിസിനസ് ആണെങ്കിൽ പോലും അത് നിങ്ങൾ ചെയ്യണം. ചിലപ്പോൾ 2000 രൂപ വെച്ചിട്ട് ചെയ്യാൻ പറ്റുന്ന ചെറിയ കാര്യങ്ങൾ ഇപ്പോൾ ഉണ്ട്. 10000 രൂപ വെച്ചിട്ട് അല്ലെങ്കിൽ 15 എന്താണോ നിങ്ങളുടെ കയ്യിലുള്ളത് അത് വെച്ചിട്ട് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഉറപ്പായിട്ടും നിങ്ങൾക്ക് ആ ഒരു കോൺഫിഡൻസും ആ ഒരു ഡിറ്റർമിനേഷനും ഉണ്ടെങ്കിൽ ഉറപ്പായിട്ടും എത്താൻ പറ്റും. ഇപ്പോൾ നിങ്ങളുടെ കൺമുന്നിലുള്ള ഒരുപാട് ബിസിനസ് ചെയ്യുന്ന ആൾക്കാർ എല്ലാവരും അങ്ങനെ ഒരു പൊസിഷനിൽ നിന്നാണ് വന്നിട്ടുള്ളത്. ആ എടുത്ത് വെക്കാനുള്ള ഒരു പടി, ആ ഒരു സ്റ്റെപ്പ് അത് നിങ്ങൾ എടുത്തു വെക്കണം എന്നേ ഞാൻ പറയുള്ളൂ.